ഹലോ, ഞാൻ സുനി സജി, രേവതി ബ്യൂട്ടി പാർലർ, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, മോട്ര, ഓപ്പോസിറ്റ് രേവതി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, നിയർ റബ്ബർ സൊസൈറ്റി എന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത്. ഇന്നിപ്പോൾ ഇവിടെ വന്ന് മുടി ചെയ്യാൻ വന്ന കൊച്ച ഈ നിയർ റബ്ബർ സൊസൈറ്റി PO ജംഗ്ഷനും ഓർത്തോണ്ടിരുന്ന് വിളിച്ചപ്പോൾ കിട്ടിയില്ലെന്ന് കണ്ടുപിടിച്ച് കട വന്നു. അപ്പോൾ റബ്ബർ സൊസൈറ്റിയുടെ അടുത്താണ് രേവതി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ ഓപ്പോസിറ്റാണ്. അപ്പോൾ യേശുവിൻ്റെ കൃപയിൽ ഒരു വചനം വായിച്ചു തുടങ്ങാവേ. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട എല്ലാ വചനവും ദൈവത്തിൻ്റെ വാമൊഴിയാ വന്നത് എല്ലാം പ്രധാനപ്പെട്ടതാട്ടോ. 1 കൊരിന്ത്യർ 6:19 ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാവുന്നു നിങ്ങളുടെ ശരീരമെന്നും. അപ്പം നമ്മളുടെ ശരീരം ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിലിരിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാണ്. നമ്മൾ അങ്ങനെ വല്ല ഓർക്കാറുണ്ടോ? നമ്മളെപ്പറ്റി ദൈവം വസിക്കണ വിശുദ്ധ മന്ദിരമാണ് നമ്മളെന്ന് വല്ലവരും ഓർക്കാറുണ്ടോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ എത്ര സൂക്ഷിച്ച് ഓരോ വാക്കുകൾ പറഞ്ഞാലല്ലേ നമ്മുടെ പ്രവൃത്തി നമ്മൾ ഓർത്താൻ. അയ്യോ, ദൈവത്തിന് എന്ത് തോന്നുന്നു, എൻ്റെ ഉള്ളിലിരിക്കുന്ന ദൈവത്തിന് എന്ത് തോന്നുന്നു ഓരോന്ന് ചെയ്യുമ്പോൾ അല്ലേ? അത് നമ്മൾ ഓർത്താൽ തന്നെ നമ്മൾ രക്ഷപ്പെടും. ഞാനൊന്ന് ഓർത്തെങ്കിൽ മതിയായിരുന്നു. ഈ വചനത്തിന് ഇരുതല വാളിൻ്റെ മൂർച്ചയുണ്ടെന്നാണ് പറഞ്ഞത്. ഇത് എന്നോട് സംസാരിക്കും. ഇരുതല വാളിൻ്റെ മൂർച്ച അങ്ങോട്ടും ഇങ്ങോട്ടും കേൾക്കണം. നിങ്ങൾക്കും അനുഗ്രഹമാകും, എനിക്കും. അങ്ങനെയാണ് വചനം. ഇരുതല വാളിൻ്റെ മൂർച്ച അങ്ങോട്ടും ഇങ്ങോട്ടും. വചനം പറയുമ്പോൾ കേൾക്കുന്നവനും അനുഗ്രഹിക്കപ്പെടും, പറയണം നമ്മളും അനുഗ്രഹിക്കപ്പെടും. അത് നമ്മളിൽ അനുഗ്രഹമായി മാറട്ടെ. അത് നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കാൻ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? ആകയാൽ നമ്മൾ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണം. അപ്പം നമ്മളെ യേശുമ്പരാൻ വിലയ്ക്ക് വാങ്ങിയത് എങ്ങനെയാണ്? യേശുവിൻ്റെ ജീവൻ കൊടുത്താൽ വിലയ്ക്ക് വാങ്ങിയേക്കണേ. അപ്പോൾ ആ പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നത് സ്വർഗീയ പിതാവിനോട് ചോദിച്ച് ആ പരിശുദ്ധാത്മാവിനെ നമ്മളെ മക്കളായിട്ട് സ്വീകരിക്കുക. പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിക്കുക എന്ന് പറഞ്ഞാൽ എന്നാ? സ്വർഗം നമ്മളോടുകൂടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവിലുണ്ട്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവിൽ നമ്മളോടുകൂടി സ്വർഗം നമ്മളിൽ വാഴുക. നമ്മൾ ദൈവരാജ്യത്തിലാവുക. അപ്പം നമ്മൾ ശരിക്കും പ്രാർത്ഥിക്കേണ്ടത് എന്തിനു വേണ്ടിയാ? യേശപ്പ കർത്താവേ എന്ന് വിളിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. കർത്താവേ എന്ന് പറഞ്ഞാൽ എന്നാ? കർത്തൃത്വം നടത്തുന്നവനേന്നാ. കർത്തൃത്വം നടത്തണേ എങ്ങനെ യേശപ്പൻ? കർത്താവെ അങ്ങനെ ഭരിക്കണേന്നാണ് കർത്തൃത്വം എന്ന് പറഞ്ഞാൽ. ആ ഭരണം എങ്ങനെയാ? പരിശുദ്ധാത്മാവിനാൽ നമ്മളങ്ങ് ഏൽപ്പിച്ചു കൊടുക്കുക. നമ്മളെ തന്നെ ഭരിച്ച് മടുത്തു. ഞാനൊക്കെ എൻ്റെ കാര്യങ്ങളിൽ ഞാൻ തീരുമാനം എടുത്ത എല്ലാം പൊട്ടയാണ്. അപ്പം നമ്മൾ ഭരിച്ചാൽ ശരിയാവില്ല. നമുക്കങ്ങ് തീരുമാനം മാറ്റാം. ഓ, മടുത്തു, എൻ്റെ കാര്യങ്ങളിൽ ഞാൻ തീരുമാനം എടുത്തിട്ട് മടുത്തു, എൻ്റെ ജീവിതത്തിൽ ഞാൻ തീരുമാനം എടുത്തിട്ട് മടുത്തു, ഞാൻ മടുത്തു. യേശുവെ കർത്താവേ, അങ്ങ് എൻ്റെ കർത്താവാണ്, അങ്ങ് എൻ്റെ രാജാവാണ്, അങ്ങ് എൻ്റെ ദൈവമാണ്, അങ്ങ് എന്നെ കർത്തൃത്വം നടത്തണേ എന്നിങ്ങ് പറഞ്ഞേൽപ്പിച്ചേ. അങ്ങനെ പറയുന്ന ഏവനും രക്ഷിക്കപ്പെടും എന്ന് പറഞ്ഞേ. പരിശുദ്ധാത്മാവ് അപ്പം നമ്മളീ വന്ന് പരിശുദ്ധാത്മാവിനാലാണ് യേശുമ്പരാൻ നമ്മളീ കർത്തൃത്വം നടത്തണേ. പരിശുദ്ധാത്മാവ് നമ്മളെ സകല സത്യത്തിലും വഴി നടത്തും. ആ പിതാവിലേക്കുള്ള വഴി യേശുവിനെ പോലെ ആകാൻ നമ്മളെ പരിശുദ്ധാത്മാവ് നമ്മളെ അനുനിമിഷം പരിശുദ്ധാത്മാവിന് കീഴ്പ്പെട്ടാൽ നമ്മളെ രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കും. അങ്ങനെ ഒരു ഡ്യൂട്ടി നമ്മളിൽ നിർവഹിക്കുക പരിശുദ്ധാത്മാവ്. നിങ്ങളുടെയൊക്കെ നല്ല സ്വഭാവമാട്ടെ. എൻ്റെയൊക്കെ ജഡ സ്വഭാവം എന്നതാ? തുള്ളല് ചാട്ടം. എനിക്ക് ചില സമയത്ത് എനിക്ക് എന്നെപ്പറ്റി ഓർക്കുമ്പോൾ അറക്കും വെറുപ്പും എനിക്ക് സങ്കടം. എന്ന് ഞാനൊരു സൗമ്യതയും ധാരായ്മയും അടക്കവും ഒതുക്കവും ഒക്കെ ഉള്ള വിനയമൊക്കെ ഉള്ള ആളാവുമെന്നാണ് എൻ്റെ ദൈവം. എനിക്ക് അങ്ങനെ ആകാൻ എനിക്ക് ഒത്തിരി കൊതിയാണ്. നിങ്ങൾ അതിനു വേണ്ടി എനിക്കൊന്ന് പ്രാർത്ഥിക്കണം കേട്ടോ. പരിശുദ്ധാത്മാവിന് കീഴ്പ്പെടാനൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ ആ ജഡ സ്വഭാവം എന്തൊരു ഇങ്ങനെ കൊഴുത്തുരുണ്ടിരിക്കുക എൻ്റെ ജഡ സ്വഭാവം. പരിശുദ്ധാത്മാവിന് അത്ര വചനം തിന്ന അതിൽ കൂടുതൽ ശക്തി ഉണ്ടെങ്കിൽ ഈ ജഡ സ്വഭാവത്തെ മരിപ്പിക്കാൻ പറ്റുള്ളൂ. അത് നിങ്ങൾ ഓർക്കണം കേട്ടോ. മായമില്ലാത്ത വചനം എന്ന പാല് കുടിച്ച് നമ്മൾ പരിശുദ്ധാത്മാവിനെ ശക്തിപ്പെടുത്തണം. അപ്പോഴാ പരിശുദ്ധാത്മാവിന് വണ്ണം വെച്ച് ശക്തിപ്പെട്ട് നമ്മളുടെ ആ ജഡ ഞാനെന്ന അഹങ്കാരത്തിനെ അടക്കി ഭരിക്കാൻ പറ്റുള്ളൂ. ഇത് തിന്ന് കൊഴുത്ത് ഞാനെന്ന ജഡസ്വഭാവം ഇങ്ങനെ ഞെളിഞ്ഞിരിക്കുക. പരിശുദ്ധാത്മാവിന് വചനം വായിക്കാനോ പ്രാർത്ഥിക്കാനോ സമയം കുറവ് വരുമ്പോൾ, ദൈവത്തിൽ വസിക്കാൻ കുറവ് വരുമ്പോൾ പരിശുദ്ധാത്മാവിന് ശക്തി കുറഞ്ഞിരിക്കും. അപ്പോൾ ആ കീഴ്പ്പെട്ടാൽ പരിശുദ്ധാത്മാവിന് ഈ ജഡത്തെ ഭരിക്കണ്ടേ? അപ്പോൾ വചനം എന്ന മായമില്ലാത്ത പാല് കുടിച്ച് ദൈവത്തിൽ വസിച്ച് പരിശുദ്ധാത്മാവിൽ ശക്തിപ്പെട്ട് നമുക്ക് നമ്മളെ തന്നെ നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ എന്തിനാ പ്രാർത്ഥിക്കാൻ പോണേ? കൊച്ചിന് കല്യാണം, വീട്, അങ്ങനെ ഇങ്ങനെ. അവൻ്റെ രാജ്യവും നീതി അന്വേഷിക്കുകയും ദൈവം നമ്മളോട് പറയുക. അതോടുകൂടി സകല നന്മയും പിമ്പടയാ. പിന്നെ ആ നന്മയുടെ പുറകെ നമ്മൾ ഓർക്കേണ്ട നന്മയൊന്നും അല്ല ദൈവം നമുക്ക് ഒരുക്കിയിരിക്കുന്നേ. എൻ്റെ ദൈവമോ എൻ്റെ ബുദ്ധിമുട്ടൊക്കെ മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവിൽ നമുക്ക് വേണ്ടി നിവർത്തിച്ചു തരുന്നത് ദൈവത്തിൻ്റെ ധനത്തിനൊത്തവണ്ണമാണ്. അല്ലാണ്ട് നമ്മൾ ചിന്തിക്കണ ചിന്തയൊന്നുമല്ല. നമ്മളെപ്പറ്റി ഒരു പദ്ധതി ദൈവം ഇട്ടിട്ടുണ്ട്. അത് നാശത്തിന് വേണ്ടിയുള്ളതല്ല,
നമ്മുടെ ക്ഷേമത്തിനുള്ള പദ്ധതി. നമുക്ക് ആ പദ്ധതി അറിയാനൊന്നും താല്പര്യമില്ല. നമ്മൾ നമ്മളെപ്പറ്റി പദ്ധതി ഇടുക, അത് ചെറുതാന്നേ. ദൈവം നമ്മളെപ്പറ്റി ഇട്ടേക്കണം ലോകത്തിൽ നമ്മൾ ഉന്നതനും ശ്രേഷ്ഠമാകാനുള്ള പദ്ധതിയാണ്. അപ്പോൾ അത്രയും മനോഹരമായിട്ട് നീ അറിയാത്ത കാലത്ത് ഞാൻ നിന്നെ ഓമനിച്ച് പേര് ചൊല്ലി വിളിക്കണോ. നമ്മളോർക്കും നമുക്ക് ആരുമില്ലെന്ന്. ആരും വേണ്ടെന്നേ. ലോകം നമ്മുടെ കൂടെ നിന്നാൽ എന്താ, പണമുള്ളപ്പോൾ കൂടെ നിൽക്കും, പണമില്ലാത്തപ്പോൾ അവർ നമ്മളെ കളിയാക്കും. നമുക്കൊരു തോൽവി വരുമ്പോൾ എല്ലാവരും പരിഹസിക്കാനേ ഉള്ളൂ, ജയം വരുമ്പോൾ എല്ലാവരും അഭിനന്ദിക്കും. പക്ഷെ അങ്ങനെയല്ല യേശപ്പൻ. തോൽവിയിലും ജയത്തിലും എപ്പോഴും നമ്മളിങ്ങനെ ചേർത്ത് വെക്കുന്ന കരുണാമയനായ ദൈവം നമ്മളോട് കൂടെ ഉള്ളതിൽ സന്തോഷിക്കാം നമുക്ക്. അങ്ങനെ എപ്പോഴും നമുക്ക് യേശപ്പൻ കർത്താവായത് കാരണം സന്തോഷത്തോടു കൂടി ഇരിക്കാം. സന്തോഷിപ്പിൻ, സന്തോഷിപ്പിൻ, എപ്പോഴും കർത്താവിൽ സന്തോഷിപ്പിൻ. ഈ വചനം നിങ്ങളുടെ എന്നിലും ക്രിയ ചെയ്യട്ടെ. അപ്പോൾ ഇന്നത്തെ അതിമനോഹരമായ വീഡിയോ ഹെയറിൻ്റെ ആണ്. ഫേഷ്യലിൻ്റെ ഒക്കെ എടുത്ത് വീഡിയോ പിടിച്ചിടാത്ത ഞാൻ ആരും മുഖം തരാഞ്ഞട്ടാ. ഫേഷ്യൽ ചെയ്യുന്നതിന് മുമ്പൊക്കെ ലോകം അപ്പടി അറിയണ്ടല്ലോ എന്ന് ഓർത്തായിരിക്കും. അപ്പോൾ മുടിയാവുമ്പോൾ പുറകിൽ നിന്നൊക്കെ പിടിക്കാമല്ലോ. അപ്പോൾ ഫേഷ്യൽ ചെയ്യാൻ വന്നം. ഇടയ്ക്കിടയ്ക്ക് ഫേഷ്യൽ ചെയ്താൽ ഈ ബ്രൗൺ സ്പോട്ടുകൾ അതെല്ലാം വന്ന് ചുക്കി ചുളിഞ്ഞ് കഴിഞ്ഞാൽ. ഇപ്പോൾ എനിക്ക് ഫേഷ്യൽ ചെയ്യാൻ സമയം കിട്ടാത്തതിൻ്റെ എൻ്റെ മുഖത്ത് നോക്കിയാൽ കാണാനുണ്ടെന്ന് എല്ലാവരും പറഞ്ഞത്. മാസത്തിലൊരു 2 ഫേഷ്യലെങ്കിലും ഞാൻ മസ്റ്റായിട്ട് ഞാൻ ചെയ്യേണ്ടതാണ്. അപ്പോൾ ചെയ്യണമൊന്നുമില്ല. ഇപ്പോൾ മാസത്തിൽ ഒരു പ്രാവശ്യമൊക്കെ ഓടി വന്ന് ചെയ്യേണ്ട കടവ് കാരണത്തിന് ഓടി വന്നൊന്ന് ചെയ്യുക പകുതിയായിപ്പോൾ എഴുന്നേറ്റ് പോയെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം നമ്മളെ ആദ്യം വായിച്ച വചനം എന്നാ, നമ്മൾ പരിശുദ്ധാത്മാവ് വസിക്കുന്ന വിശുദ്ധ മന്ദിരമാണ്. നമ്മുടെ ഹെൽത്താണ് നമ്മുടെ ഏറ്റവും വലിയ സൗന്ദര്യം. അത് കഴിഞ്ഞാൽ ഫേഷ്യലും ഹെയർ ട്രീറ്റ്മെൻറ്റ് ഒക്കെ കേട്ടോ. ആദ്യം മൾട്ടി വിറ്റാമിൻ കഴിക്കുക, D3 ടെസ്റ്റ് ചെയ്യുക, ബയോട്ടിൻ മുടിക്ക് ഒത്തിരി നല്ലതാണ്. ബയോട്ടിൻ, സിങ്കോവൈറ്റ് മാറി കഴിക്കുക. പിന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള എന്താണ് വിറ്റാമിൻ ഗുളിക ഡെയിലി ഒരെണ്ണമെങ്കിലും കഴിക്കേണ്ട വരും. ഫുഡിൽ നിന്ന് എടുക്കുവാണെങ്കിൽ നല്ലത്. പക്ഷെ ഫുഡ് കഴിച്ചിട്ട് ഇങ്ങനെ എനിക്ക് തോന്നുന്നില്ല. ഇപ്പം ചെടിക്കൊക്കെ ചാണാനിട്ടാലും മറ്റേ പൂക്കാനുള്ള വളമൊക്കെ ഇട്ടാലും പൂവുണ്ടാവുള്ളൂ. അതുപോലെയായി മനുഷ്യൻ്റെ കാര്യവും ചെടിയുടെ കാര്യം വരെ ലോകത്തെ എല്ലാത്തിൻ്റെയും കാര്യം. അപ്പോൾ നമ്മൾ വേണ്ട വിറ്റാമിനൊക്കെ കഴിക്കേണ്ട വരും. പിന്നെ ABC ജ്യൂസ് ഞാനിപ്പോൾ കുറച്ച് നാൾ മറന്നു പോയായിരുന്നു. ഇപ്പോൾ ബീട്രൂട്ട് കഴിച്ചാൽ ഹീമോഗ്ലോബിനൊക്കെ നന്നായിട്ട് കൂടും കേട്ടോ. അപ്പോൾ HB കൂടാൻ ബീട്രൂട്ട് ഒത്തിരി നല്ലതാണ്. പിന്നെ എന്നാ മുടിക്കൊക്കെ ഹെൽത്താണ്. ഇതിപ്പോൾ എനിക്ക് കുറച്ച് ദിവസമായിട്ട് നീർക്കെട്ട് കയറി ഇവിടെയൊക്കെ വേദനയാണ്. മുടിയങ്ങ് ഊരുക, കണ്ടമാനം ഗുളിക കഴിക്കും. അതിന് കുറച്ച് ദിവസമായി. ഈ വശമായിരുന്നു ആദ്യം ഈ വശം. അപ്പോൾ ആ നീർക്കെട്ട് കയറി കടയുടെ ഓട്ടത്തിനിടയ്ക്ക് പറ്റിയത്. ആശുപത്രി പോകാനൊക്കെ താമസം. മോൻ അതാ മരുന്ന്, അവൻ ഈ മരുന്ന് കഴിക്കുന്നൊക്കെ പറഞ്ഞ് അവൻ റേഡിയോളജിസ്റ്റ് അല്ല, ഡോക്ടർമാരോട് ചോദിച്ചാൽ ഓരോ മരുന്ന് പറയും. ഇതുവരെ മാറിയില്ല. അപ്പോൾ യേശുബ്രാനെ നിങ്ങൾ ആരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. യേശു വസിക്കുന്ന വിശുദ്ധ മന്ദിരം നമ്മൾ സ്നേഹിക്കണം. നമ്മുടെ മുടിയൊക്കെ നന്നായിട്ട് ഡ്രസ്സ് ചെയ്ത് നല്ല ഓർണമെൻറ്റ്സൊക്കെ ഇട്ട് നമുക്ക് കോൺഫിഡൻസ് ഒന്നാണ്. നാട്ടുകാരെ ബോധിപ്പിക്കാനല്ല നമ്മൾ ഡ്രസ്സൊക്കെ ഇടുന്നത്. നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കണേ. ഞാൻ എന്നെ സ്നേഹിക്കുന്നുണ്ട്. അത് ഞാൻ എപ്പോഴും പറയാറില്ല. ഒരു കല്യാണത്തിന് ഫോട്ടോയ്ക്ക് നിൽക്കുമ്പോൾ നമ്മൾ ഫോട്ടോ കാണുമ്പോൾ ആദ്യം നമ്മളിങ്ങനെയുണ്ടെന്നല്ലേ നോക്കണത്. ഈ ഭൂമിയിലെല്ലാ മനുഷ്യരും അങ്ങനെയൊക്കെയാണ്. നമ്മൾ സ്നേഹിക്കുന്നുണ്ട്. നമ്മൾ സ്നേഹിക്കണം എന്നാണ് ബൈബിൾ പറയണത്. നമ്മളെ സ്നേഹിക്കണം. നമ്മൾ വിശുദ്ധ മന്ദിരമാണ്. പള്ളി ഇങ്ങനെ മോശമായിട്ട് കിടക്കാൻ ആരെങ്കിലും സമ്മതിക്കുമോ? അത് അടിച്ചു തൂത്തി അലങ്കരിച്ച് പൂ വെച്ച് അലങ്കരിക്കണില്ലേ? അതുപോലെ തന്നെ നമ്മളും കാണുമ്പോൾ വൃത്തി മെനയുമായിട്ടും നല്ല ഡ്രസ്സിട്ട് നല്ല ഓർണമെൻറ്റ്സ് ഇട്ട് നല്ല ആരോഗ്യത്തിൽ ഫ്രഷായിട്ട് അങ്ങനെയൊക്കെ നമ്മളിരിക്കണം. നമ്മൾ വിശുദ്ധ മന്ദിരമാണ്. നമുക്ക് കോൺഫിഡൻസ് കിട്ടാൻ ആ മുടിയൊക്കെ ചെയ്യണേ. അപ്പം നമ്മൾ ഏറ്റവും അധികം ചെയ്യണത് കരാട്ടിൻ. ഇപ്പം കരാട്ടിനും ഇതുകൂട്ടും ഹെയർ ലാക്സിങ്, സ്മൂത്തനിങ് ടെക്നിക്കലി ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യണതിനാണ് ഹെയർ ലാക്സിങ് എന്ന് പറഞ്ഞാൽ. കരാട്ടിൻ നമ്മൾ ചെയ്യണത് നാനോ ഫോഴ്സ് പ്ലാസ്റ്റിയ ബയോട്ടാനിസ് ഏറ്റവും അപ്ഡേറ്റഡ് സാധനമാണ്. കരാട്ടിൻ എന്ന് പറഞ്ഞാൽ ഒത്തിരി ഡൂക്ലി സാധനം ഉണ്ട് കേട്ടോ. ഇപ്പം ഇന്ന് വന്നേക്കണം, കുറച്ച് ഒത്തിരി അകലേന്ന് വന്നേക്കണേ. അത് ഹെയർ ലാക്സിങ് സ്മൂത്തനിങ് ബോംബെയിൽ എവിടെയോ ചെയ്താന്ന് പറഞ്ഞേ. അത് ചെയ്തിട്ട് അതിൻ്റെ മുടി അപ്പടിയും പോയെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഒരിക്കലും മുടി നല്ല ക്രീമിട്ട് ചെയ്താൽ പോവില്ല, പേൻ പോലും ചാവൂല. ഹെയർ ലാക്സിങ്ങിൽ നമ്മൾ ഷോസ്കോഫിൻ്റെ ചെയ്യാറുള്ള, വേറെ ഒരു കമ്പനി ഞാൻ എടുക്കാറില്ല. എൻ്റെ തലയിൽ പേനുള്ള കാലത്ത് അത് ചെയ്തിട്ട് പിന്നെ പേൻ പോകാൻ മെഡിലൈസ് ചെയ്തത്. ഒരു പേസ്റ്റ് നമ്മൾ വാലിടുന്നില്ലേ, കെമിക്കലല്ലേ, അത്രയേ ഉള്ളൂ അതിലൊക്കെ. പക്ഷേ ചുരുണ്ട മുടി ഭയങ്കര ഡ്രൈ മുടിക്കും കരാട്ടിനാണ് എപ്പോഴും ബെറ്റർ. കെമിക്കലില്ല, ഓർഗാനിക്കാണ്. അതിങ്ങനെ തേച്ച് പിടിപ്പിച്ച് ടൈം ചെയ്ത് ഇങ്ങനെ തേച്ച് പിടിപ്പിക്കുകയാണ്. വാഷ് ഔട്ടാണ്. 40 വാഷ് ചെയ്യുമ്പോൾ നോർമലാകുമെന്നാണ്. പക്ഷേ ഇവിടെ നമ്മൾ ആഫ്റ്റർ കെയർ കൂടെ യൂസ് ചെയ്യണ കാരണം, ആ കമ്പനിയുടെ തന്നെ ആഫ്റ്റർ കെയർ കൂടെ യൂസ് ചെയ്യണ കാരണം ഒരു 8 മാസം 9 മാസമൊക്കെ ആകുമ്പോൾ എല്ലാവരും റീഅടിക്കാൻ തന്നെ. എൻ്റെ ഇപ്പം 5-8 മാസമായി. എനിക്ക് ഇനി ജൂലൈയിലൊക്കെ ആണ് ഞാൻ ഇത് റീഅടിക്കണത്. അപ്പോൾ നമുക്ക് അങ്ങനെ വലിയ വൃത്തികേടൊന്നും എൻ്റെ ഇങ്ങനെ
കഴുകിയിട്ട് ഞാനൊന്നും ചെയ്യാണ്ട് ചുമ്മാ ഇട്ടേക്കണം, ഒരു കുഴപ്പമില്ലാണ്ട് എൻ്റെ മുടി കിടക്കണല്ലേ. അപ്പം അങ്ങനെ നമുക്ക് പെട്ടെന്ന് ഈ ഡിഫറൻസ് ഫീൽ ചെയ്യില്ല. മറ്റേതെന്ന് പറഞ്ഞാൽ ഹെയർ റിലാക്സിങ് ചെയ്ത മുടി വെട്ടിപ്പോണവരെ അതുപോലെ കിടക്കും. കരാട്ടിൻ ചെയ്തത് കഴുകുമ്പോൾ പോവും. പക്ഷെ തലേന്ന് കിളുത്തു വന്നത് ഏത് ട്രീറ്റ്മെൻറ്റ് ചെയ്താലും നോർമലേ വരുള്ളൂ. അപ്പോൾ ഹെയർ റിലാക്സിങ് ചെയ്യുമ്പോൾ ഡിഫറൻസ് വരും. കരാട്ടിനാകുമ്പോൾ ഇത് കഴുകി പോകുമ്പോൾ എല്ലാ മുടിയും നോർമൽ ഒന്നിച്ചിരിക്കും. പിന്നെ ആഫ്റ്റർ കെയറിൻ്റെ ഗുണം ഒത്തിരി ഉണ്ട് കേട്ടോ. നമ്മൾ പറയണ ആഫ്റ്റർ കെയർ ചെയ്യാൻ പറ്റുന്നവർ മാത്രം ഇത് ചെയ്യാൻ ഇങ്ങോട്ട് വന്നാൽ മതി, എന്നാലേ ഞാൻ പറയുന്ന പരങ്കൊല നിങ്ങൾക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിന് പിശുക്ക് കാണിച്ചിട്ട് കാര്യമില്ല. അവനവൻ്റെ ശരീരത്തിട്ട് ബാക്കി കുറേ വില കൂടിയ സ്വർണ്ണോ അല്ലെങ്കിൽ വില കൂടിയ ഡ്രസ്സോ ഇടുന്നേക്കാളും കൂടുതൽ നല്ല ഇത് ഇട്ടാണ് നമ്മുടെ സ്കിന്നും മുടിയിലും ബ്രാൻഡഡ് കമ്പനി തന്നെ ഇടണം. ബ്രാൻഡഡ് കമ്പനി അവർ പറയുന്ന സംഭവങ്ങളല്ലാണ്ട് ചേർക്കാൻ പറ്റില്ല അവർക്ക്. നമ്മൾ അതിൽ പിശുക്കരുത് കേട്ടോ. അപ്പോൾ മുടി ചെയ്യാനുള്ളവരെല്ലാവരും പെട്ടെന്ന് ഇങ്ങനെ പോരെ. മുടി ചെയ്താൽ മുക്കാൽ നമ്മുടെ ഗ്ലാമർ ഓക്കെ ആവും. മുടി ചെയ്യുക, പല്ല് കെട്ടേണ്ടതൊക്കെ കെട്ടുക, അതൊക്കെ സമയത്ത് കെട്ടുക, അതൊക്കെ നമ്മുടെ കോൺഫിഡൻസിനെയൊക്കെ ബാധിക്കും. നമുക്ക് പല്ലിന് ഓട്ടയാക്കി, ഞാൻ പണ്ട് ഇങ്ങനെയായിരുന്നു, ഇങ്ങനെ വെച്ചിരിക്കണം. വല്ല കാര്യം ഉണ്ടായിരുന്ന പല്ല് കെട്ടിക്കേണ്ട കാര്യമുള്ളൂ, അത് കുസ്തി പിടിച്ച് പല്ല് കെട്ടിക്കേണ്ട, അതിന് വേദന സഹിക്കാനൊന്നും പറ്റുമെന്ന് പറഞ്ഞ് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും. നമ്മളങ്ങനത്തെ പൊട്ടത്തരങ്ങൾ, പിള്ളേരുടെയൊക്കെ പല്ലൊക്കെ കെട്ടിച്ച മുല്ലമുട്ട് പോലെ പല്ലാക്കണം, മുടിയൊക്കെ ട്രീറ്റ് ചെയ്ത് മുടിയൊക്കെ. അപ്പോൾ പിന്നെ എല്ലാം തന്നെ ഓക്കെയാണ്. ഇതായ 75-80% ഓക്കെ ആയി. ബാക്കിയൊക്കെ നമുക്ക് ചെയ്ത് ഗ്ലാമറാകാവുന്നേ ഉള്ളൂ. ഇപ്പോൾ എല്ലാവരും കണ്ട ഒരുപോലെയല്ലേ ഇരിക്കണേ. ഞാൻ എൻ്റെ ചെറുക്കൻ്റെ കല്യാണം ആലോചിക്കാൻ, ഉണ്ണിക്കുട്ടന് ആലോചിക്കാൻ M4 കയറിയപ്പോൾ എല്ലാ പിള്ളേരും ഒരുപോലെ ഇരിക്കുക. എങ്ങനെ സെലക്ട് ചെയ്യുമെന്ന് ഓർത്തു. മുടിയൊക്കെ ഇങ്ങനെ ട്രീറ്റ് ചെയ്ത് എല്ലാത്തിനും കണ്ട ഒരുപോലെ. അപ്പോൾ അങ്ങനെ എല്ലാവരും ഇപ്പോൾ ഒരുപോലെ ആകും. നമ്മൾ ശരിക്കും ശ്രദ്ധിച്ചാൽ നല്ല ഗ്ലാമറാകും. അപ്പോൾ ഗ്ലാമറാകാനുള്ളവരെല്ലാവരും രേവതി ബ്യൂട്ടി പാർലറിട്ട് പെട്ടെന്ന് പോരെ. ശരി എന്നാൽ അപ്പം ഇനി മനോഹരമായ വീഡിയോസ് കാണും. ഹലോ, ഇന്ന് നമ്മൾ ഒരു സുന്ദരിക്കുട്ടിയുടെ ഹെയർ മേക്ക് ഓവർ നമ്മുടെ കഴിഞ്ഞ വർഷം ചെയ്തതാട്ടോ. ഈ കെയർ ഓഫിൽ എന്തോ ഒരു വർക്ക് കിട്ടിയെന്നറിയാവോ, യേശപ്പൻ അനുഗ്രഹിച്ച. എല്ലാവരും വരുമ്പോൾ പറയും ഇന്നയാൾ പറഞ്ഞിട്ടാട്ടോ. ഞാൻ ആളുടെ മുഖമൊക്കെ മറന്നുപോയി. പെട്ടെന്ന് നമ്മൾ ഒത്തിരി പേര് ഡെയിലി കാണുമ്പോൾ ഇട്ട് പോവുക. പക്ഷേ ഈ പേര് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, ഒത്തിരി പേരെ പറഞ്ഞു വിട്ടു. ഇതിൻ്റെ മുടി കണ്ടിട്ട് ഒത്തിരി പേര് പറഞ്ഞു. കഴിഞ്ഞാണ് നമ്മൾ ഹെയർ റിലാക്സിങ് ഞാൻ ചെയ്തത് ഈ മുടി. പക്ഷേ ഈ തവണ ഇനി മുതൽ നമ്മൾ കരാട്ടിന് ചെയ്യുള്ളൂ. കാരണം ചുരുണ്ട മുടിയാ. ഒരു വർഷമായില്ലേ അപ്പം? ഒരു വർഷമായിട്ടും വലിയ പ്രോബ്ലം ഒന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. ആഫ്റ്റർ കെയർ ഒക്കെ നന്നായിട്ട് യൂസ് ചെയ്യണ്ടല്ലേ? ആഫ്റ്റർ കെയർ ഒക്കെ നന്നായിട്ട് യൂസ് ചെയ്യേണ്ടത്. ഇപ്പം നമ്മൾ കഴുകിയിട്ട് ഒരു വർഷമായതാ. ഹെയർ റിലാക്സിങ് ആണെന്ന് പറഞ്ഞാൽ എന്നിട്ട് വലിയ പ്രോബ്ലം ഒന്നും ഉണ്ടായിട്ടില്ല. കേട്ടോ, ഈ ഭയങ്കര ചുരുണ്ട മുടിയല്ലായിരുന്നു, ഭയങ്കര ചുരുണ്ട മുടി, ചെറിയ വേഴ്സ് പോലെ വന്നേക്കണം. ഓക്കെ, അത് ആഫ്റ്റർ കെയറും മൾട്ടിവിറ്റാമിൻ കഴിക്കണ്ടല്ലേ? ആഫ്റ്റർ കെയറും മൾട്ടിവിറ്റാമിൻ എല്ലാം കഴിച്ച അനുസരണയുള്ള കൊച്ചാട്ട. അനുസരണത്തിൻ്റെ നാട്ടിൽ കൂടെ പോയാൽ അനുഗ്രഹത്തിൻ്റെ വീട്ടിൽ കയറാം. ഞാനിതൊക്കെ പഠിച്ചു നോക്കി പ്രായം അനുഗ്രഹത്തിൻ്റെ വീട്ടിൽ കയറാൻ താമസിച്ചു. അനുസരണക്കേട് എനിക്ക് ഒത്തിരി ഉണ്ടായിരുന്നു ജീവിതത്തിൽ. അനുഗ്രഹത്തിൻ്റെ വീട്ടിൽ കയറണമെങ്കിൽ അനുസരണം വേണം. അപ്പോൾ ഇത് എല്ലാം പറയുന്നത് അനുസരിക്കുന്നവർക്ക് മുടി ഉണ്ടാകണം കാണണമേ. ആഫ്റ്റർ കെയർ നമ്മൾ ഈ മുടി വെച്ച് പിടിപ്പിക്കാൻ ഒന്നും നടക്കണ്ട. നമ്മൾ തന്നെ ഒന്ന് ഇപ്പം എനിക്ക് കടയുടെ ഓട്ടവും നീർക്കെട്ടും ഒക്കെ കയറിയിട്ട് എൻ്റെ മുടി കൂടുക. മൾട്ടിവിറ്റാമിൻ ബയോട്ടിൻ ഒരു ടിന്നായിരിക്കണേ, കഴിക്കാൻ പോലും സമയമില്ല. അപ്പം നമ്മളങ്ങനെ നടക്കുമ്പോൾ മുടി ഊരിപ്പോവും. നമ്മളെ ഒന്ന് ശ്രദ്ധിക്കണം. നമ്മുടെ ഹെൽത്ത് കുടുംബത്തിൻ്റെ അസറ്റ്, ലോകത്തിൻ്റെ അസറ്റ്, ആരോഗ്യം എപ്പോഴും ശ്രദ്ധിക്കണം. നമ്മളെ ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞാൽ ദൈവം തന്നെ നമ്മളെ സൃഷ്ടിച്ചേക്കണം ദൈവത്തിന് വസിക്കാനാണ്. അപ്പം നമ്മൾ പള്ളിയൊക്കെ ഇങ്ങനെ നീറ്റാക്കി തുടയ്ക്കുകയൊക്കെ ചെയ്യില്ലേ? വിശുദ്ധ മന്ദിരം നമ്മളാണ് യേശുവസിക്കുന്നത്. അപ്പം നമ്മളെ നല്ല സ്കിന്ന്, ദൈവം തന്ന സ്കിന്നും മുടിയൊക്കെ പരിപാലിച്ച് ദൈവത്തിനെ സ്നേഹിക്കുക. എല്ലാവരും ഓർക്കും അവളെയൊക്കെ സ്നേഹിച്ച് കാശ് കളയണത്തിന് അതുപോലെ പാവക്കും കൊടുക്കാൻ പാടില്ലേ, പാവങ്ങൾക്ക് പണിയെടുക്കാൻ പാടില്ലേ? ഈ പാവങ്ങളെന്ന് പറഞ്ഞാൽ ദൈവം സൃഷ്ടിച്ചിട്ടില്ല. പാവങ്ങളെന്ന് പറഞ്ഞാൽ പണക്കാരെന്ന് പറഞ്ഞാൽ ദൈവം സൃഷ്ടിച്ചത്. ഒരു മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ നൽകി അനുഗ്രഹിച്ചങ്ങനെ. പരിശുദ്ധാത്മാവിനെ ആശ്രയിച്ച് അനുസരണയുള്ളവരായി ദൈവവചനം പാലിക്കുന്നവരായ അവർ ക്രിസ്തുവിൽ ലോകത്തിൽ ഉന്നതര ശ്രേഷ്ഠമാകും. അങ്ങനെയുള്ള ഭാഗ്യം എല്ലാവർക്കും കിട്ടട്ടെ. അപ്പോൾ യേശുവിൻ്റെ കൃപയാൽ ഈ മുടി ചെയ്ത് പരസ്യത്തിന് വെല്ലണ പോലെ ആക്കിക്കൊണ്ട് വരാം. ഒരു 4 മണിക്കൂർ കഴിയുമ്പോൾ. ശരി എന്നാ. ഹലോ, ഞാൻ പറഞ്ഞില്ലേ മുടി ചെയ്ത് കഴിയുമ്പോൾ പരസ്യത്തിന് വെല്ലണ പോലെ ആവുന്ന. യേശുവിൻ്റെ കൃപയാൽ അങ്ങനെയായി. അപ്പോൾ ഒരു ഭയങ്കര ഫസിയാണ്. ആഫ്റ്റർ കെയർ കഴിച്ച മൾട്ടിവിറ്റാമിനും കഴിക്കണ്ട. ഞാൻ പറഞ്ഞു D3 ടെസ്റ്റ് ചെയ്തില്ല. അങ്ങനെ ഒരു കുറവ് കണ്ടുപിടിച്ചു കേട്ടോ. അപ്പോൾ D3 ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. നമുക്ക് D3 ടെസ്റ്റ് ചെയ്യാട്ടെ. ഞാൻ എവിടെ അസുഖം നീർക്കെട്ടിന് ചെല്ലുമ്പോഴും ആദ്യം ഒരു D3യുടെ ഗുളിക നോക്കിയിരിക്കും. D3 എനിക്ക് തോന്നണം എപ്പോഴും എടുത്തില്ലെങ്കിൽ എനിക്ക് തോന്നണം എനിക്ക് ഒത്തിരി കുറവായി. പല്ലും പോയി, എല്ലാം പോയി, മുടിയും നിറച്ച് അങ്ങനെയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ D3യുടെ അഭാവമെന്ന് പറയണേ.
എന്നിട്ടും എല്ലാ ആഴ്ചയും ഞാൻ D3 എടുക്കാൻ മേടിക്കും. അതാണ് മറന്നു പോണേക്കുക. അപ്പം D3 നോക്കണം. അതിൻ്റെ കുറവ് നിങ്ങളെല്ലാം പരിഹരിക്കണം. ആരോഗ്യമാണ് ഏറ്റവും വലിയ അസറ്റ്. അപ്പോൾ എനിക്ക് മുടിയുടെ പുറകു വശം കാണാതെ ഈ ബ്ലാക്ക് ആയത് കാരണം കാണാവോ? അപ്പോൾ നമ്മൾ കരാട്ടിൻ ബയോടാനിസ് നാനോ ഫോഴ്സ് പ്ലാസ്റ്റിയ ബയോടാനിസ് ആണ് ചെയ്തിരിക്കണേ. അത് അതിമനോഹരമായിട്ട് കണ്ടോ, ദൂട്ട് പോലെ തന്നെയുണ്ട്. മറ്റേ ഇത് ചെയ്ത പോലെ ഹെയർ റിലാക്സിങ് ചെയ്യണ പോലെ തന്നെ വന്നു അതിൻ്റെ റിസൾട്ട്. ഇതിനി നമ്മൾ വാഷ് ഔട്ട് ആട്ടോ. പിന്നെ തൊടുമ്പിലൊക്കെ കരാട്ടിന് ഒരു ഗുണമുണ്ട്, ഭയങ്കര സോഫ്റ്റ് ആകും. ഇനിയും സോഫ്റ്റ് ആവും എന്നുള്ള അതുപോലെ സോഫ്റ്റ് അങ്ങനെ കൈയെടുക്കാൻ തോന്നില്ല. അത് കരാട്ടിന് ഇങ്ങനെ സോഫ്റ്റ് ആകും. ഇത് കവറിങ്ങാ, കഴുകി പോകുന്നതോറും ചെറിയ വളവൊക്കെ വരും. പക്ഷേങ്കിൽ എല്ലാവരും കഴിഞ്ഞ വർഷം എല്ലാവരും ചുരുട്ടപ്പുടിക്കാർ ചെയ്തവർ 1 വർഷം കഴിഞ്ഞ് എല്ലാവരും പുറത്തു പോകുന്നവരെല്ലാം തിരിച്ചു വന്നപ്പോൾ 1 വർഷമായിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല. 5-8 മാസമൊന്നും ഒരു കുഴപ്പമില്ല. മറ്റേ ഹെയർ റിലാക്സിങ് ആകുമ്പോൾ ഡിഫറൻസ് അറിയുള്ളൂ. ഇതിൽ ആ ഡിഫറൻസ് ഇല്ലല്ലോ. ഇതിലിപ്പോൾ ഡിഫറൻസ് അറിയും. എന്താണെന്ന് വെച്ചാൽ കുറച്ച് ആൾ കഴിയുമ്പോൾ ഇവിടെയൊക്കെ ചെയ്തിട്ടേക്കണ മുടി അറിയും. ഇത്ര ഇടയൊക്കെ 1 വർഷമല്ലേ ആയുള്ളൂ. അപ്പോൾ ഇതിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ചെയ്ത മുടി അങ്ങനെ കിടക്കും. മറ്റേതിനൊരു ചെറിയ വളവൊക്കെ വരും. പക്ഷേ ഓർഗാനിക്കാണ്, കരാട്ടിനാണ്, കെമിക്കലില്ല. എന്നോർക്ക് ഹെയർ റിലാക്സിങ് കെമിക്കൽ ഉപയോഗിക്കേണ്ടതൊന്നുമില്ല. ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ പേസ്റ്റിൻ്റെ അത്രയേ ഉള്ളൂ, അത്രയൊക്കെ സംഭവമുള്ളൂ. സോപ്പ് ഇതെല്ലാം കെമിക്കലല്ല. നമ്മൾ കെമിക്കൽ ഉപയോഗിക്കുമ്പോൾ കെമിക്കലല്ലേ എന്ന് ചിലപ്പോൾ ഉപയോഗിക്കുമ്പോൾ കെമിക്കൽ അല്ലാത്ത എന്നാ നേരം പ്രത്യേക യൂസ് ചെയ്യണത് അപ്പോഴേക്കും കെമിക്കലാണ്. ചിരിക്കാൻ പറ്റൂല. അപ്പോൾ ഒരു ക്ലാസ്സിൽ ഞങ്ങളോട് പറഞ്ഞ പോലെ വെള്ളം വരെ കെമിക്കലല്ലേ യൂസ് ചെയ്യണത് വെച്ചിട്ടോ. അപ്പോൾ ഞാൻ പറയട്ടെ, അപ്പോൾ ഇഷ്ടപ്പെട്ട മോളെ മോക്കടെ ചേച്ചി ഇവിടെ വന്ന് ചെയ്തിട്ട് നല്ല റിസൾട്ട് അല്ലായിരുന്നു. അതിൻ്റെ ചേച്ചി വേറെ എങ്ങനെ ചെയ്യാണ്ടിരിക്കേണ്ട അടുത്ത ദിവസം തന്നെ വരുമെന്ന് പറഞ്ഞാൽ ആഫ്റ്റർ കെയർ ഞാൻ പറഞ്ഞ ഇവിടെ ലണ്ടനിലൊക്കെ അർഗൻ കിട്ടി, ഇവിടുത്തെ കിട്ടിയില്ല അർഗം മേടിക്കാൻ. അതിന് ഇത് തന്നെയാണ് സംതൃപ്തി. ഒത്തിരി പേര് പറയുന്നുണ്ട് ഞാനിവിടെ കൊടുക്കണ ആഫ്റ്റർ കെയർ തന്നെയാണ് അർഗനേക്കാളും ബെറ്റർ എന്നൊക്കെയാണ് പറയണത്. ആഫ്റ്റർ കെയർ ഷാമ്പൂ ഇതൊക്കെ ബാക്കിയുള്ള സംഭവങ്ങളെല്ലാം. പിന്നെ മൾട്ടി വിറ്റാമിനൊക്കെ കഴിച്ചിട്ടായിരിക്കും എല്ലാവർക്കും പനങ്കഥ പോലെ ഉണ്ടാകണ്ട യേശുവിൻ്റെ കൃപ. മൾട്ടി വിറ്റാമിൻ കൃപ, ദൈവകൃപയാണ് മെയിൻ. രണ്ടാമത് നമ്മൾ ചെയ്യേണ്ടതൊക്കെ ചെയ്യണം. അപ്പോൾ ദൈവം മുടി പനംപോലെ ആക്കാമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമല്ല, അതിനുള്ള വഴി ദൈവം കുത്തി ഞാനോ തന്നെ അങ്ങനെയാണ് നമുക്കെല്ലാം ചെയ്യാനായിട്ടോ. അല്ലാണ്ട് എന്നെ ദൈവം രക്ഷിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് വെറുതെ ഇങ്ങനെ ഇരിക്കുകയല്ല. അതിനുള്ള കുത്തിയ ദൈവം പറഞ്ഞാൽ നമ്മൾ എഴുന്നേറ്റ് പ്രകാശിക്കണം. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ കുത്തിയാൽ ആ D3 ഒക്കെ ടെസ്റ്റ് ചെയ്യട്ടെ. അപ്പോൾ ഇഷ്ടപ്പെട്ടല്ലോ. എല്ലാ തവണ ചെയ്യുമ്പോൾ ഇഷ്ടപ്പെട്ട് എനിക്ക് ഒത്തിരി പേരെ കൊണ്ട് തരുന്ന കൊച്ചായ യേശുബ്രാൻ ഒത്തിരി അനുഗ്രഹിക്കട്ടെ. ഇതിൻ്റെ കാണുമ്പോൾ ഒത്തിരി പേര്, ഞാൻ ഇതിൻ്റെ പേര് ആളെ ഓർമ്മയിലായിരുന്നു, പേര് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ദൈവമേ ഇതിൻ്റെ കണ്ടിട്ട് ഒത്തിരി പേര് വന്നിട്ടുണ്ടല്ലോ എന്ന്. അപ്പോൾ ഇനിയും അങ്ങനെ കരാട്ടും ചെയ്യാൻ ഒത്തിരി പേര് വരട്ടെ. ശരി എന്നാൽ ഈ മോളുടെ ഹെയർ മേക്കോറിന് വന്നതാണ് സിജി. അപ്പോൾ ഇപ്പം ഇതിങ്ങനെ നമ്മളിത് കരാട്ടും ചെയ്യാന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ പണ്ട് എൻ്റെ ഹെയർ റിലാക്സിങ് ചെയ്താണ് ഈ കിടക്കണത്. ഇത് വെട്ടിപ്പോയാലോ ഹെയർ റിലാക്സിങ്, അത് ടെസ്റ്റർ മാറ്റുക. അപ്പം മുടി ആ ഇങ്ങനെ കിടക്കണ പോലെയാകും. കരാട്ടിൻ എന്ന് പറഞ്ഞൊരു കവറിങ്ങ, കരാട്ടിൻ നാനോ ഫോഴ്സ് പ്ലാസ്റ്റിയ ബയോടാനിസ് ആട്ടോ. ഈ കരാട്ടിൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ കമ്പനിയുടെ പേര് വയ്ക്കണം. അപ്പോൾ കരാട്ടിൻ ഒത്തിരി ലോ ക്ലാസ് ഉണ്ട്. അത് ചെയ്താൽ മുടിക്ക് കരാട്ടിൻ ചെയ്തു എൻ്റെ മുടി പോയെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ഏറ്റവും അപ്ഡേഷൻ കരാട്ടിൻ ബയോടാനിസ് നാനോ ഫോഴ്സ് പ്ലാസ്റ്റിയ ബയോടാനിസാണ് ചെയ്യണത്. ഏറ്റവും അപ്ഡേഷനുള്ള പ്രൊഡക്റ്റാണ്, സൂപ്പർ റിസൾട്ടുമാണ്. അപ്പം ഈ മുടി കണ്ടോ, ഈ മുടി വളരുമോന്നൊക്കെ ചോദിച്ചാൽ ഈ മുടിയുടെ കൊതി മാറും. അതുപോലെ ഇത് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഇത് കണ്ട ഇങ്ങനെയൊന്നും അല്ല, പരസ്യത്തിന് വല്ലണ പോലെ ഇരിക്കും. പിന്നെ ആ മുടി ആഫ്റ്റർ കെയറും ഒക്കെ ഇപ്പോൾ ഓർക്കും പണ്ടേ ചെയ്യായിരുന്നു ഇങ്ങനെ നഷ്ടപ്പെട്ട വർഷം ഓർത്തിന് വിഷമിക്കും. ഇതിപ്പോൾ ചെയ്ത് കാണുമ്പോൾ തന്നെ അതായിരിക്കും ഓർക്കണമെങ്കിൽ പണ്ട് ചെയ്യാറുണ്ടോ. അപ്പോൾ നമുക്ക് യേശുവിൻ്റെ കൃപയാലിൻ്റെ അതിമനോഹരാകുന്ന കാഴ്ച കാണാൻ വെയിറ്റ് ചെയ്യൂ. ഇവിടെ ഹെയർ മേക്കോവർ കഴിഞ്ഞു. യേശുവിൻ്റെ കൃപയാൽ ആളെ മാറിയില്ലേ, ആൾ മാറിയ പോലെ ആയില്ലേ. യേശുവാ സ്തോത്രം. ഈ മുടി അങ്ങനെയുള്ളവരൊന്നും വിഷമിക്കേണ്ടതേ. ഇതിനൊക്കെ റെമഡി ദൈവം അങ്ങനെ വെച്ചിട്ടുണ്ട്. മുടി കുറഞ്ഞു പോകുന്നത് ദൈവത്തിൻ്റെ കുഴപ്പമല്ല, നമ്മുടെ കുഴപ്പമാണ്. നമ്മൾ ഹെൽത്ത് കറക്റ്റ് ആക്കാനായിട്ട് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഹെൽത്തിനൊന്നും വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കൂല. അപ്പോൾ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു, സന്തോഷം. അപ്പോൾ ആള് പുറത്തുനിന്ന് വന്നേക്കണേ കേട്ടോ. അപ്പോൾ അടുത്ത വർഷം വരുമ്പോൾ ചെയ്താൽ മതി എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ ഐഡിയ പോയി കണ്ട്
അങ്ങനെ ഓരോന്നാന്നൊക്കെ പറഞ്ഞ് ചെയ്യാണ്ടേ ഇത് ആദ്യം കണ്ട മുടി നിങ്ങൾ കണ്ടില്ലേ? ഇതിപ്പോൾ കാണുമ്പോൾ മുടിയില്ലെന്ന് വല്ലവരും പറയുമെന്ന് തോന്നുന്നു. മുടിയില്ല എന്നുള്ള ഒരു ഈ മുടി ഇല്ലെന്നുള്ളൊരു വാക്കിൽ കേൾക്കണ്ടല്ലോ. ഇത്രയും കാലം കേട്ട ആ മാനസിക വിഷമം എല്ലാം മാറും. ഇനി ആഫ്റ്റർ കെയറും ഒക്കെ ചെയ്ത് പനങ്കല പോലെ ആകും. എന്നോട് വന്ന വഴി ചോദിച്ച് എൻ്റെ മുടി പിന്നെ വളരുമെന്നാണ് പറഞ്ഞാൽ കേട്ട മുടി വളരും. പറഞ്ഞാൽ കേട്ട ആഫ്റ്റർ കെയർ യൂസ് ചെയ്താൽ ഞാൻ പറയുന്നത് ഇതിനിങ്ങനെ മൾട്ടിവിറ്റാമിനൊക്കെ കഴിക്കണമെന്നാട്ടോ പറഞ്ഞേ. D3 ഒക്കെ ഉണ്ടെന്നാണ് പറഞ്ഞേ. അപ്പോൾ അതൊക്കെ ചെയ്ത് ആഫ്റ്റർ കെയർ ഷാമ്പൂ ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട്. അടുത്ത വർഷം വരുമ്പോൾ ഞാൻ മറന്നു പോകുമ്പോൾ ഓരോരുത്തരെ ഞാൻ തലേ വർഷം പറയണ സെയിം സംഭവം പറയണത് എല്ലാവരും പറഞ്ഞ ഓരോരുത്തരോട്. അപ്പോൾ അടുത്ത വർഷം വരുമ്പോൾ നമുക്ക് കാണാം പനങ്കല പോലെയും മുടിയൊക്കെ വളർന്ന ആളെ കാണാം. സന്തോഷമായിട്ട് ഇപ്പൊ തന്നെ എന്ത് ചിരിയാവും. അങ്ങനെയാണല്ല, ഫുൾ ചിരിയാ. പൊടി ചെയ്ത് ഉണങ്ങി കഴിഞ്ഞപ്പോൾ ചിരി. ഞാൻ പറയുന്നേ ഇനി കുറേ ദിവസം നമ്മൾ കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് മാറില്ല. നമുക്ക് ഇങ്ങനെ ഭയങ്കര സന്തോഷം. എനിക്കൊക്കെ അങ്ങനെയായിരുന്നു. ആദ്യം മുടി ചെയ്തിട്ട് ഇങ്ങനെ ചുമ്മാ കണ്ണാടിയുടെ മുമ്പിൽ കൈ ഇങ്ങനെ എപ്പോഴും മുടിയലും ഇങ്ങനെ സോഫ്റ്റ് അല്ല, ഇങ്ങനെ ആ ചുരുണ്ട മുടിയല്ലത് ഇങ്ങനെ പിടിക്കാൻ തോന്നി. ഞാൻ പറഞ്ഞ പിള്ളേർക്കൊരു പണിയാ, ഒരു കുഞ്ഞിക്കൊച്ചുണ്ട് മുടിയെല്ലാം വലിച്ചു കുറച്ചോളും. നല്ല ഇങ്ങനെ പിടിക്കാൻ നല്ല സുഖമല്ലേ. അപ്പോൾ പിന്നെ കണ്ണാടി നോക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കോൺഫിഡൻസ് കൂടും. നമുക്ക് എൻ്റെ ദേഹം പണ്ടേ ചെയ്യാറുണ്ട് ഇങ്ങനെയുള്ള ഒരു സങ്കടം മാത്രമേ ബാക്കി വരുള്ളൂ. അപ്പോൾ ഇങ്ങനെ മുടിയുള്ളവരെല്ലാവരും ഇങ്ങനെ ചെയ്യാൻ പെട്ടെന്ന് പോരാ. ശരി എന്താ ഈ മോക്കടെ ഹെയർ മേക്കോറിന് വന്നാണ്. നിങ്ങൾ ഈ ഹെയർ മേക്കോറിന് വരുന്ന ആരും തല നനച്ചിട്ട് വരണം കേട്ടോ. ഇത് ഉണങ്ങിയിട്ടില്ല, ഓടി കുളിച്ച് തലയൊക്കെ കഴുകി എനിക്ക് എളുപ്പത്തിൽ പണിയൊപ്പിക്കാൻ വേണ്ടി വന്നതാണ്. ഈ മുടി ഇങ്ങനെ നല്ല ഒത്തിരി പൊട്ടലുണ്ട്. ഇത് അവരെന്നെ വഴക്ക് പറയും. അവരുടെ മുടീനെ പിടിച്ചിട്ട് കുറ്റം പറയുക എന്ന് പറയണേ. മുടീനെ കുറ്റം പറയണില്ല, പൊട്ടലൊക്കെ മാറാൻ വേണ്ടിയല്ലേ പറയണേ. അപ്പോൾ പൊട്ടല് ഇങ്ങനെ ഫ്രിസി അല്ല, ഈ സോഫ്റ്റ് ഹെയറിലെ കനം കുറഞ്ഞ നമ്മൾ അപ്പൂപ്പന്താടി പോലത്തെ മുടി എന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ സോഫ്റ്റ് ഹെയർ ആണ്. ഇതിപ്പോൾ ബയോട്ടാനിക്സ് അതല്ലേ ഇതിൻ്റെ പേര്, പ്രൊനൗൺസിയേഷൻ കറക്റ്റാണെന്ന് പറയാൻ പാടില്ല. ബയോട്ടാനിക്സ് ചെയ്യാൻ പോവാണ്. യേശുവിൻ്റെ കൃപയാൽ കരാട്ടിൻ്റെ പേരാട്ടോ ഈ പറഞ്ഞത്. നിങ്ങൾ എല്ലായിടത്തും പോയി കരാട്ടിൻ ചെയ്യുന്നോ? ഏത് കരാട്ടിനും ചെയ്ത് ആർക്ക് പേര് പോലും അറിയാൻ പാടില്ല. കരാട്ടിൻ തീരെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട് കേട്ടോ. അതൊക്കെ ചെയ്താൽ തലയ്ക്കൊന്നും കൊള്ളൂലെന്നാട്ടോ പറയണേ. നമ്മൾ കരാട്ടിൻ്റെ ഏറ്റവും അപ്ഡേറ്റ് ഏറ്റവും നല്ല അവർ പറഞ്ഞേക്കണം. ഇത് 9 വയസ്സ് മുതൽ, 9 വയസ്സാണോ 9ാം ക്ലാസ്സിൽ പഠിക്കണം വെച്ചാൽ 9 വയസ്സ് മുതൽ 12 വയസ്സ് മുതൽ പ്രഗ്നൻസിയിലുള്ളവർക്ക് വരെ ചെയ്യാൻ നോ കെമിക്കലൊക്കെയാണെന്നാണ് ഇവർ വാഗ്ദാനം പറയണേ. എന്നെ നല്ല റിസൾട്ടാണ്. അപ്പോൾ യേശുവിൻ്റെ കൃപയാൽ അതിമനോഹരമായ കാഴ്ച കാണാൻ വെയിറ്റ് ചെയ്യൂ. ഹെയർ മേക്ക് ഓവർ കഴിഞ്ഞ് ബയോട്ടാനിക്സ് എന്നുള്ള പേര് പ്രൊനൗൺസിയേഷൻ കറക്റ്റാണോ? ബയോട്ടാനിക്സ് ആണ് ചെയ്തത്. കരാട്ടിനിലെ നാനോപ്ലാസ്റ്റിയേനേക്കാളും അപ്ഡേറ്റ് ആണ്. നല്ല റിസൾട്ടാണ്, സൂപ്പർ റിസൾട്ടാണ്. ഈ കരാട്ടിൻ എന്ന് പറഞ്ഞാൽ 40 വാഷമുള്ളൂ കേട്ടോ. പക്ഷേ ഇങ്ങനെ എനിക്കിപ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾക്ക് പക്ഷേ ലാഭം കൂടുതൽ ഹെയർ ലാക്സിങ് ഒക്കെ കേട്ടോ. ഇതിൻ്റെ പ്രൊഡക്റ്റിന് നല്ല വിലയായത് കാരണം എനിക്ക് വലിയ ലാഭം തോന്നാറില്ല. ഇതിവിടെ ചെയ്യുമ്പോൾ നമ്മൾ നാനോപ്ലാസ്റ്റിയുടെ അപ്ഡേറ്റ് ഇറങ്ങിയെന്ന് പറഞ്ഞപ്പോൾ പിന്നെ എന്നായാലും ആയിക്കോട്ടെ, അവർ പുതിയത് എടുത്തു നോക്കാൻ നോക്കും. അപ്പോൾ എനിക്കിപ്പോൾ ഏറ്റവും നല്ല റിസൾട്ട് നാനോപ്ലാസ്റ്റി ചെയ്തപ്പോൾ നല്ല റിസൾട്ട് തോന്നിയിട്ട് അത് ചെയ്തേ. അപ്പോൾ അവർ പുതിയതിറങ്ങി, അതിലും നോ കെമിക്കൽ ഒത്തിരി വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അധികം എടുത്തു. അപ്പോൾ ഇതിന് ഇത്രയും ഗുഡ് റിസൾട്ട് ഉണ്ട്. നിങ്ങൾ ആദ്യം മുടി കണ്ടതല്ലേ, പൊട്ടിപ്പൊളിഞ്ഞതൊക്കെ പറഞ്ഞു പൊട്ടിയ മുടി മുഖം കാണുന്നില്ലോ, പൊട്ടിപ്പൊളിഞ്ഞ മുടിയാണ്. പക്ഷേ ഇപ്പം നല്ല രസത്തിലല്ലേ എനിക്കിടെ. D3 ടെസ്റ്റ് ചെയ്ത് ഞാൻ ഒത്തിരി കാലമായിട്ട് പറഞ്ഞു, അനുസരണയില്ല ഒറ്റയിടത്ത്. അപ്പോൾ D3 ടെസ്റ്റ് ചെയ്ത് മൾട്ടിവിറ്റാമിൻ കഴിക്കാൻ ഒന്നും ചെയ്യില്ല. അപ്പോൾ പിന്നെ മുടി നരയ്ക്കും, പൊട്ടുമ്പോൾ എല്ലാവരും ഇങ്ങനെ അഹങ്കരിച്ചിരിക്കും. മുടി നരയ്ക്കുമ്പോൾ വിവരമാണ്, വേണമെങ്കിൽ ചെയ്തു എല്ലാം. അപ്പോൾ അതെ ഇഷ്ടപ്പെട്ടു. അപ്പം നിങ്ങളറിയണല്ലോ എന്നാ പറഞ്ഞത്, എന്നാ പറഞ്ഞേ. അപ്പോൾ ഇങ്ങനെ മുടി ചെയ്യാനുള്ള ഒരു നിരനിരയായിട്ട് പോരും. ശരി എന്നാൽ ഈ ഹെയർ മേക്ക് ഓവറിന് വന്നാണ്. ഇതെൻ്റെ മുഖം കാണുന്നില്ല, പിന്നെ പറഞ്ഞാൽ കുഴപ്പമില്ല. എൻ്റെ ക്ലാസ്മേറ്റിൻ്റെ വൈഫാണ്. അവൻ ചുമ്മാ എന്നെ കുറെ കളിയാക്കിയിട്ട് ഇപ്പോൾ പോയോളൂ. ഈ ആൾക്കാരെ പറ്റിയ വീഡിയോ ഇട്ടു കിടക്കാം. യേശുവിൻ്റെ ഈ മുടി ഇപ്പം കാണുമ്പോഴൊന്നും തോന്നൂല. പക്ഷേ യേശുവിൻ്റെ കൃപയാൽ 4 മണിക്കൂർ കഴിയുമ്പോൾ നാനോപ്ലാസ്റ്റി ചെയ്യണേ. എന്തുകൊണ്ടെന്ന് വെച്ചാൽ കളർ ചെയ്യണ മുടിയാകുമ്പോൾ നമ്മൾ കളറിങ് ആണ് ഏറ്റവും തലയിൽ പ്രോബ്ലം ഉണ്ടാക്കുന്നത്. കളറിങ്
നമ്മൾ 2 ആഴ്ച കൂടുമ്പോൾ കളർ ചെയ്യൽ എനിക്കൊക്കെ ആണെങ്കിൽ എനിക്ക് ഇവിടെ വൈറ്റ് ഹെയർ വരാത്തവര് മാക്സിമം കളർ ചെയ്യൽ താമസിച്ച് മതി കേട്ടോ. നമ്മളിങ്ങനെ അയ്യോ നരച്ചു എന്ന് ആൾക്കാർ ചോദിക്കണ വരെ നീട്ടിക്കൊണ്ട് പോകണം. കാരണം ഇവിടെയൊക്കെ ഇങ്ങനെ കളർ നരച്ചു കഴിയുമ്പോൾ കളർ ചെയ്യാൻ പറ്റില്ല, പക്ഷെ അത് കൊള്ളൂല. എത്ര ഞാനിപ്പോൾ കൂടിയ ലോറിയലിൻ്റെ ഷോസ്കോഫിൻ്റെ ഒക്കെ ചെയ്യണമെങ്കിൽ അത് നല്ല കെമിക്കലാണ്. വൈറ്റിനെ ബ്ലാക്ക് ആക്കുമല്ലേ, അത് മാസത്തിൽ 2 പ്രാവശ്യം ചെയ്യുമല്ലേ. അപ്പോൾ ആ മുടിയിൽ പിന്നെയും കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് കൊള്ളൂല, പിന്നെ ഫ്രിസി ആവുക. ഇപ്പം എനിക്കൊക്കെ ചെയ്ത ഈ ഫ്രണ്ടൊക്കെ ഇങ്ങനെ അതിനൊരു ചുരുണ്ടിങ്ങനെ വരിക, അത്രയ്ക്കും മറ്റേ കളറിൻ്റെ വെർജിൻ ഹെയറിലാക്കി സൂപ്പറായിരിക്കും. അപ്പോൾ ഈ മുടി നാനോപ്ലാസ്റ്റി ചെയ്യണം. യേശുവിൻ്റെ ഹൃദയം നാനോപ്ലാസ്റ്റി ചെയ്ത് കഴിയുമ്പോൾ അതിമനോഹരാവുന്ന കാഴ്ച കാണാൻ വെയിറ്റ് ചെയ്യൂ. ഇത് കണ്ടോ, ഹെയർ മേക്ക് ഓവർ കഴിഞ്ഞപ്പോൾ ഒരു മനുഷ്യനെ വയസ്സ് 10-15 വയസ്സ് കുറയാനൊക്കെ വേറെ എന്താ നിവർത്തി, ഒരു പരിപാടി നടക്കൂല. ഇത് ഇപ്പൊ കണ്ട കോളേജ് കുമാരിയുടെ ഹെയർ ആയില്ലേ, നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. എനിക്ക് പറ്റിയത് നാനോപ്ലാസ്റ്റി ആയിട്ടോ ചെയ്തേക്കണേ. അപ്പൊ എന്നാ വെച്ചാൽ ഇത് കളർക്ക് ചെയ്യുന്ന ഹെയർ ആയത് കാരണം നമ്മൾ ഏത് വേണമെന്ന് വെച്ചാൽ നാനോപ്ലാസ്റ്റിയെ പ്രിഫർ ചെയ്യണേ. വെർജിൻ ഹെയറിലാണ് ഹെയർ ലാക്സിങ്ങും ഒക്കെ ബാക്കിയൊക്കെ പെർമനന്റ് ബ്ലോഡറേക്കൊക്കെ നല്ലത് വെർജിൻ ഹെയറാണ്. നമുക്ക് ഇങ്ങനെ ഇത് കൂടുന്തോറും നമുക്ക് മുടിക്ക് പൊട്ടലും ഇതൊക്കെ വരുമ്പോൾ ആരോഗ്യം കുറയും തോറും നാനോപ്ലാസ്റ്റി ഒക്കെ നല്ല. അപ്പോൾ അതെ എന്ത് ഭംഗിയായി ആള് മാറിയ പോലെ ആയിട്ടോ. ഭയങ്കര ഇപ്പൊ കണ്ട മുടി ഇല്ലെന്ന് എല്ലാവരും പറയും, ആവശ്യത്തിന് മുടിയുണ്ട്. അതൊരു മനുഷ്യന്റെ കോൺഫിഡൻസിന് ഒത്തിരി ലെവൽ കൂട്ടും. ഓ മുടിയില്ല അങ്ങനെ ഒരു തോന്നൽ, അതിൽ നിന്നൊക്കെ മാറിയതേ വേണ്ട മുടിയായി. ഇനിയിപ്പോൾ മൾട്ടി വിറ്റാമിനൂടെ പൊഴിച്ചാൽ പനങ്കല ഉണ്ടാവും. പിന്നെ ആഫ്റ്റർ കെയർ മസ്റ്റായിട്ട് പറഞ്ഞതെല്ലാം കേൾക്കണം. ഈ 2ാമത് റീ അടിക്കാൻ വരുമ്പോൾ ആൾക്കാർ പറയുന്നത് ഇവിടെ ഓട്ട ഉണ്ടായിരുന്നു അതൊക്കെ അടഞ്ഞു എന്നൊക്കെ പറയുന്നവരെല്ലാം മൾട്ടി വിറ്റാമിനും ഫോളോ അപ്പ് ചെയ്യണം. എൻ്റെ പൗലോ കുഞ്ഞിനെ ദേ ഞാൻ നോക്കിയപ്പോൾ ഞാൻ സിങ്കോവൈറ്റും അയണും D3 3 വിറ്റാമിൻ ഡ്രോസ് കൊടുക്കുക എന്നും രാവിലെ. അപ്പോൾ കുഞ്ഞു വാവയ്ക്ക് അത്രയും കൊടുക്കണമെങ്കിൽ ഒരു കുഴപ്പമില്ല, നിങ്ങൾക്ക് വിറ്റാമിൻ ഗുളിക കഴിച്ചാൽ എന്നാ കുഴപ്പം? അയ്യോ വിറ്റാമിൻ ഗുളിക കഴിക്കാവോ വെച്ചാൽ എന്തെല്ലാം സാധനങ്ങളൊക്കെ കഴിച്ചുകൊണ്ടിരിക്കണേ, എന്നും വിഷയില്ലാണ്ട് ഇങ്ങനെ വിറ്റാമിൻ ഗുളിക ഒരു കഴിച്ചാൽ ഒരു കുഴപ്പമില്ല. നമുക്ക് പെട്ടെന്ന് അസുഖം വരുമ്പോൾ ഇംഗ്ലീഷല്ലേ ഫോളോ ചെയ്യണേ. ഇപ്പം വിറ്റാമിൻ പെട്ടെന്ന് കയറണമെങ്കിൽ ഇംഗ്ലീഷ് തന്നെ വേണം. ആയുർവേദമൊക്കെ കഴിച്ചതൊക്കെ ആയി വരണമെങ്കിൽ ഒത്തിരി കാലെടുക്കും. അവിടെ തന്നെ മുടിയൊക്കെ പോയി ഭയങ്കര പ്രശ്നമാകും. അപ്പോൾ ബയോട്ടിനൊക്കെ കഴിക്കുമ്പോൾ ബയോട്ടിൻ ഹെയറിനെ മുടിക്ക് ഉള്ളതാണ്, അത് കഴിക്കണം മസ്റ്റായിട്ടും. സിങ്കോവൈറ്റ് പിന്നെ എപ്പോഴും ടെസ്റ്റ് ചെയ്യുന്നേ, അയണും കാൽസ്യം ഒക്കെ ഉണ്ടോ എല്ലാം ഒന്ന് ടെസ്റ്റ് ചെയ്ത് തരേ. അപ്പോൾ അതനുസരിച്ച് കഴിച്ചാൽ മതിയല്ലോ. അപ്പോൾ ഇഷ്ടപ്പെട്ടു നല്ലതാണ് കേട്ടോ പറഞ്ഞത്. ഇപ്പം എന്താ പറയണതെന്ന് നിങ്ങൾ അറിയണല്ലോ, ഞാൻ റിപ്പീറ്റ് ചെയ്ത. അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ അടുത്ത് നിൽക്കുമ്പോൾ എൻ്റെ ക്ലാസ്സിൽ പഠിച്ച ആളുടെ വൈഫ് കൂടി അപ്പോൾ ഉറപ്പായിട്ട് ഇഷ്ടപ്പെട്ടതല്ലേ പറഞ്ഞോട്ടോ. ശരിക്കും നല്ലതാണ്, അല്ല ശരിക്കും നല്ലതാണ്. അപ്പോൾ മുടി ചെയ്യാനുള്ളവരെല്ലാം നമുക്ക് മുടിയൊക്കെ നമുക്ക് അത് വീണ്ടെടുക്കാൻ പറ്റും. പല്ലൊക്കെ എൻ്റെ പല്ലിൻ്റെ ഓട്ടയൊക്കെ മാറ്റി വിനീർ ചെയ്തു. ആദ്യമൊക്കെ ഞാൻ ചിരിക്കുമ്പോൾ ഇങ്ങനെ അടിക്കും. ഇപ്പോഴും ഞാൻ ചിരിക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞാൽ ഞാൻ ചിരിക്കുള്ളൂ. എനിക്ക് തന്നെ കോൺഫിഡൻസ് ഇല്ല. പല്ലിൻ്റെ ഓട്ട പണ്ടത്തെ ഓർമ്മയിൽ ഇപ്പോഴും ഞാൻ ഇങ്ങനെ ചിരിക്കുള്ളൂ. നല്ല മുല്ലമുട്ട് പോലത്തെ പല്ല് കാണുന്നതിനോർക്ക് ഇപ്പം എനിക്ക് അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ അതൊക്കെ പണ്ടേ അതൊക്കെ ചെയ്ത് ഇതെല്ലാം ഇതായിട്ട് വന്നേക്കണേ. മനുഷ്യനിപ്പോൾ എല്ലാം കറക്റ്റ് ആക്കാനൊക്കെ ഒത്തിരി കണ്ടുപിടിക്കാൻ ദൈവം ബുദ്ധി കൊടുത്തു. അപ്പോൾ നമ്മളത് യൂസ് ചെയ്യണം. പല്ലൊക്കെ നന്നായിട്ട് കെട്ടിച്ച് പല്ല് മുടി എല്ലാം